കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. പ്രത്യാശയുടെ നിറവിൽ ക്രൈസ്തവർ ആഹ്ലാദപൂർവ്വം ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. അരുമ ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട യേശു കാൽവരി മലയിൽ കുരിശിലേറ്റപ്പെട്ടതിന്റെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയിലാണ് ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ദേവാലയങ്ങളും ഭവനങ്ങളും ഭക്തിയാദരപൂർവ്വമാണ് ഈസ്റ്ററിനെ എതിരേറ്റത്. യേശുവിന്റെ ഉയിർപ്പ് പ്രത്യാശയുടെ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. 50 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും പരിസമാപ്തി കൂടിയാണ് ഈസ്റ്റർ. ഉപ്പട മലച്ചി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ചടങ്ങുകൾക്ക് മാത്യൂസ് വട്ടിയാനിക്കൽ കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭിന്നതകളെ മറികടന്ന് പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കഴിയുമ്പോൾ യഥാർത്ഥ ഈസ്റ്റർ അനുഭവം നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഈസ്റ്റർ നമ്മുടെ ഹൃദയങ്ങളിൽ പുതുജീവനും നിത്യപ്രത്യാശയും നിറയ്ക്കട്ടെയെന്നും സഹവർത്തനത്തിന്റെയും സ്നേഹത്തിന്റെയും പാതകൾ തുറക്കാൻ ഇടയാകട്ടെയെന്നും അദ്ദേഹം ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാൻ പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനയും നടത്തി. ഫാദർ തോമസ് ജോർജ് റമ്പാൻ സഹകാർമ്മികനായിരുന്നു. പാതിരിപ്പാടം സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ സണ്ണി കൊല്ലാർത്തോട്ടം, തലഞ്ഞി സെന്റ് മേരീസ് ദേവാലയത്തിൽ വികാരി ഫാദർ ജെയ്നേഷ് പുതുക്കാട്ടിൽ, ഫാദർ ജോഫിൻ മുളകുടിയാങ്കൽ എന്നിവർ ഈസ്റ്റർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നരിവാലമുണ്ട സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ വികാരി ഫാദർ ഷിജോ വേനാക്കുഴിയിലും പാലാങ്കര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് ഫാദർ സോമി വടയാപ്പറമ്പിലും, മണിമൂളി ക്രിസ്തുരാജ ഫെറോണ ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് ഫെറോണ വികാരി ഫാദർ ബെന്നി മുദ്രക്കാലായാലും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ മുളങ്ങാട്ടിൽ സഹകാർമ്മികത്വം വഹിച്ചു. പാലേമാട് സെന്റ് തോമസ് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ തോമസ് പരുന്തനോലിൽ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.